ഇടപ്പള്ളിയിൽ നിന്നും ഇന്നലെ പുറത്തുവന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പിറന്നാൾ ആഘോഷത്തിനിടയിൽ സുഹൃത്തുക്കളുമായി പന്തയം വെച്ച 17-കാരൻ മരണപ്പെട്ടു എന്ന വാർത്ത നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളുമൊത്തുള്ള കളി പക്ഷേ കലാശിച്ചത് ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന 17-കാരന്റെ ജീവനെടുത്തുകൊണ്ടാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത്. പോണേക്കര കാടിപറമ്പത്ത് റോഡ് മൈവേലിൽ വീട്ടിൽ ജോസ് ആന്റണി സൗമ്യ ദമ്പതികളുടെ ഏക മകൻ ആന്റണി ജോസാണ് ദാരുണമായി മരണപ്പെട്ടത്. ഇന്നലെ രാവിലെയാണ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് ആന്റണി സുഹൃത്തുക്കളുമായി എത്തുന്നത്. ആ സമയത്ത് ആന്റണി ജോസഫ് ട്രെയിനിന് മുകളിൽ കയറി നിന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുന്നു. പിന്നീട് സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷവും ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ് സംഘടിപ്പിച്ചിരുന്നത്. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ഇതേ സ്ഥലത്ത് തന്നെ ആന്റണി വീണ്ടും എത്തിയിരുന്നു. പിറന്നാൾ ആഘോഷത്തിനിടെ താൻ രാവിലെ ട്രെയിനിന് മുകളിൽ കയറി നിന്ന കാര്യം ആന്റണി സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. എന്നാൽ സുഹൃത്തുക്കൾ ആരും തന്നെ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരിക്കലും ട്രെയിനിന് മുകളിൽ കയറാൻ കഴിയില്ല എന്ന് സുഹൃത്തുക്കൾ ആണയിട്ട് പറഞ്ഞു. ഒടുവിൽ ഇത് തെളിയിക്കാനായി ആന്റണി സുഹൃത്തുക്കളുമായി ബെറ്റ് വെക്കുകയായിരുന്നു. സുഹൃത്തുക്കളുമായി ബെറ്റ് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി അവിടെയുണ്ടായിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിലേക്ക് കയറി. എന്നാൽ ആന്റണിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഒരു മരം വീണ് കിടന്നതിനാൽ ആ വഴിയുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് ട്രെയിനിന് മുകളിലേക്ക് കയറിയപ്പോൾ ആന്റണിക്ക് വൈദ്യുതാഘാതമേറ്റിരുന്നില്ല. എന്നാൽ വൈകുന്നേരത്തോടുകൂടി അതുവഴിയുള്ള വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇതറിയാതെയാണ് ആന്റണി വൈകുന്നേരം ട്രെയിനിന് മുകളിലേക്ക് കയറുന്നത്. സാധാരണ നമ്മുടെ വീടുകളിൽ വരുന്ന വൈദ്യുതിയുടെ 100 മടങ്ങ് ശക്തമായ വൈദ്യുതിയാണ് ട്രെയിനിന് മുകളിലൂടെ കടന്നുപോകുന്നത്. അതിനാൽ തന്നെ ട്രെയിനിന് മുകളിലേക്ക് കയറിയതോടെ ആന്റണി ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് ട്രെയിനിന് മുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. തുടർന്ന് സുഹൃത്തുക്കൾ അറിയിച്ചത് പ്രകാരം അതുവഴിയുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ഉടൻ തന്നെ പോലീസ് എത്തി കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 85% മുകളിൽ പൊള്ളലേറ്റ ആന്റണി ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരം 7:30 മരണമടയുകയായിരുന്നു. സംഭവശേഷം അവിടെ നിന്നും കടന്നുകളഞ്ഞ 4 സുഹൃത്തുക്കളെ പിന്നീട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ ട്രാക്ക് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മരിച്ച ആന്റണി ജോസഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.